ബംഗാളിൽ കനത്ത നാശം വിതച്ച് ചുഴലിക്കാറ്റ്. വടക്കൻ ജില്ലയായ ജൽപായ്ഗുഡിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ 4 പേരാണ് മരിച്ചത്. നൂറിലേറെ പേർക്ക് പരിക്കേറ്റു. കനത്ത കാറ്റിലും മഴയിലും പ്രദേശത്ത് വീടുകൾ തകർന്നു. വൻ നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും വൈദ്യുതി ലൈനുകൾ തകരുകയും ചെയ്തു. അപകടങ്ങൾ ഒഴിവാക്കാൻ പ്രദേശത്തെ വൈദ്യുതി വിതരണം നിർത്തിവെച്ചു. മരണത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി അനുശോചിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം നൽകും. ചുഴലിക്കാറ്റിനെ നേരിടാൻ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് രാജ്ഭവനിൽ എമർജൻസി സെൽ രൂപീകരിച്ചു. ഡൽഹിയിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ഗവർണർ ബന്ധപ്പെടുന്നുണ്ട്. പ്രതിരോധ രക്ഷാപ്രവർത്തനം ശക്തിപ്പെടുത്താൻ അദ്ദേഹം ദുരന്ത നിവാരണ സേനയോട് അഭ്യർത്ഥിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച ജൽപായ്ഗുഡിയിൽ ക്യാമ്പ് ചെയ്യുന്ന ഗവർണർ സംഭവ സ്ഥലങ്ങളും മരിച്ചവരുടെ വീടുകളും സന്ദർശിക്കും. ബംഗാളിന് പുറമെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ അസം, മണിപ്പൂർ എന്നിവിടങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. അസമിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഗുവാഹത്തി വിമാനത്താവളത്തിൽ ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചു. കാറ്റും മഴയും തുടരുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിമാനയാത്ര നിർത്തിവെച്ചു. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലകളിൽ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകാമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങൾക്കായിരുന്നു മുന്നറിയിപ്പ്.